ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വൈശുസ്കൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും എന്ത് സാഗകം. എന്താണ് അല്ലൂസേ? അല്ലൂസ് ശരിക്കും പറ. അമ്മേ, രാവിലെ തന്നെ ഒരു സാധകം ചെയ്യാണ്. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ ഇന്ന് എവിടെയാ പോണത്? തുമ്പി പറഞ്ഞു കൊടുത്തേ. മുക്കത്തല്ല, സ്കാൻ ചെയ്യാൻ പോവല്ലേ? ആ, ടൗണിലാണ് പോണത്. സ്കാൻ ചെയ്യുമ്പോൾ കുഞ്ഞുവാവനെ കാണാൻ പോവാണ്. സ്ഥലം മുക്കല്ല, ടൗണാണ്. നമ്മൾ കുഞ്ഞാവിനെ കാണാൻ പോവാണ്. അല്ലും തുമ്പീനി സ്കാനിങ് കൊണ്ടുപോവാണ് ഗൈസ്. ഓക്കെ, അപ്പം എന്തായാലും ഇന്നത്തെ നമ്മുടെ എക്കോ സ്കാനിന് പോവാണ് കേട്ടോ. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം ഇട്ടൊരു കളിയില്ല മക്കളെ. അപ്പം ഞാൻ പോയി റെഡി ആവട്ടെ കേട്ടോ. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ആക്ച്വലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച് ദൃശ്യ. ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് ഗിഫ്റ്റായിട്ട് ഒരാളുടെ കയ്യിൽ കൊടുത്തയച്ചായിരുന്നു. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പം ആൾ കൊടുത്തയച്ച ഗിഫ്റ്റാണ് കേട്ടോ അത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി, നല്ല രസമല്ലേ? സോ താങ്ക് യു സോ മച്ച്. ഞാൻ എന്തായാലും പിക്ക് അയക്കാം കേട്ടോ ഇയാൾക്ക്. ഇതാ ഉണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ സ്കാൻ ചെയ്തിട്ട് വരാം. സോ ഗായ്സ്, നമ്മൾ പോവാണ്. ഞാനും അല്ലൂട്ടനും തുമ്പി ഉഷമ്മയും പിന്നെ നമുക്ക് സാരഥി വേണമല്ലോ, നമുക്ക് വണ്ടി ഓടിക്കാൻ ആൾ വേണ്ടി മെല്ലെ ചെയ്യുക. അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്നത് ഇന്ന് ബിബിനാണ് കേട്ടോ, കട്ടയുടെ ഫ്രണ്ടാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഏട്ടൻ്റെയും കട്ടേൻ്റെയും ഫ്രണ്ട്സൊക്കെ തന്നെ എപ്പോഴും കൂടെ ഉണ്ടാവുക കേട്ടോ. 8:30 ആകുമ്പോൾ ഇറങ്ങണം എന്ന് പറഞ്ഞു. അവൻ കറക്റ്റ് ടൈമിന് വന്നെങ്കിലും ഒരു 10-15 മിനിറ്റ് ഞങ്ങൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 9:30 നമുക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആസ്പെയറിൽ, അതായത് നമ്മൾ അനോമലി സ്കാൻ ചെയ്ത അതേ സ്ഥലത്ത് തന്നെയാണ് പോയത്. അതായത് ടൗണിൽ പുതിയ സൂര്യ സിൽക്സ് ഉണ്ട്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇത് വരുന്നത്. ഫീറ്റൽ മെഡിസിനിലാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുകയും പിന്നെ കൂടെ വരുന്നവർക്ക് ബേബീനെ കാണാനും ഒക്കെ പറ്റും. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേ തുമ്പമ്മ ഉറങ്ങുകയാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഉറങ്ങുന്നല്ല, കുട്ടിക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എത്തിയിട്ടുണ്ട്. 9:30 എന്ന് പറഞ്ഞാൽ കറക്റ്റ് 9:30 ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്കറിയാം ഇവിടെ കുറച്ച് നേരമൊക്കെ നമ്മൾ നിൽക്കേണ്ടി വരും എന്നുള്ളത്. കഴിഞ്ഞ പ്രാവശ്യവും കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഓരോ സ്കാനും എത്ര ടൈം എടുക്കുന്നവർക്ക് നേരത്തെ മുൻകൂട്ടി പറയാൻ പറ്റില്ല. അപ്പോൾ അവർ ആദ്യമേ പറയുന്നുണ്ട് കേട്ടോ, കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത്. അമ്മയും ഞാനും തുമ്പിയും കൂടിയാണ് ആദ്യം കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അല്ലു ബിബിൻ്റെ കൂടെ വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വേഗം പോയി അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളെക്കാളും മുന്നേ വന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സൈൻ ചെയ്യാനൊക്കെ ഉള്ളത് സൈൻ ചെയ്ത് കൊടുത്തു. പിന്നെ നമുക്ക് ബേസിക് വൈറ്റൽസ് എടുക്കുക, നമ്മളെ വെയിറ്റ് നോക്കുക, അങ്ങനത്തെ കാര്യമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ BP ഒക്കെ നോക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അമ്മേനെ എന്താണ് ഇവരൊക്കെ കൂടെ ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയിട്ട് തുമ്പമ്മ കാര്യമായിട്ട് വന്ന് നോക്കുന്നുണ്ട്. പിന്നെ അല്ലൂട്ടനും ഉണ്ടായിരുന്നു കേട്ടോ. അല്ലൂട്ടൻ വന്നു. അങ്ങനെ പിന്നെ ഇവർ രണ്ടുപേരും കൂടെ ഇവിടെ നിന്ന് കളിയായി, ഓട്ടമായി, ചാട്ടമായി. എൻ്റെ പൊന്നേ, കുറേ കഴിഞ്ഞപ്പോൾ കുട്ടികൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് തന്നെ ഇരുന്നിരുന്നിരുന്ന് മടുത്ത്. അമ്മ കുറേ നേരം ഇരുന്ന് ഉറങ്ങി, ഞാൻ കുറേ നേരം ആടെ ഇവിടെയൊക്കെ നോക്കി ഇന്ന് ഫോണിലൊക്കെ നോക്കി സമയം പോക്കി. പക്ഷേ ഇവർക്കാകുമ്പോൾ കുറേ കഴിയുമ്പോൾ മടുപ്പ് വരുമല്ലോ. അവസാനം അല്ലൂരും കരച്ചിലൊക്കെ വന്നു തുടങ്ങി. എന്താ അവർ വിളിക്കാത്തത്? അമ്മയല്ലേ പറയുന്നത്, ഇപ്പോൾ വിളിക്കുന്നു, ഇവർ വിളിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അമ്മേനോട് പറയും ചെയ്തത്, ദൈവമേ, ഇനി ഡെലിവറീൻ്റെ സമയത്ത് ഇവരെയും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ കേട്ടോ. ഒരുത്തിക്ക് പിന്നെ കരച്ചിലൊന്നുമില്ല, ഓട്ടം. അവസാനം കണ്ണുരുട്ടി പേടിപ്പിച്ച് ഒക്കെ നോക്കി ഞാൻ അവൻ ഇരുത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ സ്കാൻ കഴിഞ്ഞു. ഇവരെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ഡോക്ടറോട് ഭയങ്കര ഡൗട്ടുകളൊക്കെ ആയിരുന്നു കേട്ടോ. ലാസ്റ്റ് ഞാൻ വീഡിയോയിൽ പറയാവേ എന്താണെന്നുള്ളത്. കുറേ നേരം ഇരുന്നു. അമ്മ ശരിക്കും ക്ഷീണിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതാ സ്കാനിങ്ങൊക്കെ കഴിഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പോൾ അതുവരെ എൻ്റെ പ്ലാനിൽ ഉണ്ടായിരുന്നു. പക്ഷേ അമ്മേനോട് പറയാത്തൊരു കാര്യമായിരുന്നു, തുമ്പിക്ക് ഒരു ക്ലോത്ത് കിട്ടണം, ഒരു കളർ ക്ലോത്ത് കിട്ടണം. ഞാൻ ഇനി കയറി ഇറങ്ങാത്ത കടകളില്ല കേട്ടോ. എനിക്ക് തപ്പി മടുത്തിട്ടുണ്ട്. അപ്പം അത് വാങ്ങിക്കാൻ പോകണം. അപ്പോൾ ഇറങ്ങുമ്പോഴാണ് നൈസായിട്ട് അമ്മേനോട് പറയുന്നത്, അമ്മേ നമുക്ക് ഓപ്പോസിറ്റുള്ള സൂര്യ സിൽക്സിലൊന്ന് പോയാലോ എന്ന്. അങ്ങനെ ലിഫ്റ്റ് ഇറങ്ങി നോക്കുമ്പോൾ മുയലാളി ഉണ്ട് അവിടെ, ഇങ്ങനെ നിവർന്നങ്ങോട്ട് ഇരിക്കുക കേട്ടോ. കാരണം ബിബിനെ എവിടെയാന്ന് ഞങ്ങൾക്ക് മനസ്സിലാവില്ല. അവിടെ കൂത്തിരുന്ന് ഫോണിൽ ഇങ്ങനെ വർത്താനം പറയുകയാണ് കണ്ടോ. ഇതിൻ്റെ മുതലാളിയാന്നുള്ള മട്ടിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പാടെ പോവാണ്. അപ്പോഴാണ് ഞാൻ ആ ഒരു സർപ്രൈസ് പൊളിച്ചത്. വണ്ടി എടുക്കാൻ പോവല്ലേ, എനിക്ക് സൂര്യ സിൽക്സിൽ പോകണം. അപ്പോൾ അമ്മ, ഓഹോ, അപ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നു ഒന്നിൻ്റെ പ്ലാനിങ് ലിസ്റ്റിൽ എന്നാണ് ചോദിച്ചത്. അങ്ങനെ ഞങ്ങളിതാ നേരെ സൂര്യ സിൽക്സിലേക്ക് പോവുകയാണ്. അവിടെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് പോണത്. 9:30 സ്കാൻ പറഞ്ഞതാണ് എനിക്ക്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു 11:30 ആയിട്ടുണ്ട് കേട്ടോ. നല്ല നട്ടക്കുന്തിരി വെയിലായിരുന്നു പുറത്ത്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നേരെ കാണുക സൂര്യ സിൽക്സ് ആണ് കേട്ടോ. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ച കളർ എനിക്ക് കിട്ടിയില്ല. അങ്ങനെ അവിടുന്ന് നിരാശയായി ഞാൻ ഇറങ്ങുകയാണ് ഗൈസ്.
പിന്നെ തിരിച്ച് നമ്മൾ കാറിൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. അല്ലൂട്ടനാണെങ്കിൽ നടക്കാനൊക്കെ കുറച്ച് മടിയുള്ള കുട്ടിയാണ്. ചാട്ടവും ഓട്ടവും മാത്രമേ ഉള്ളൂ. ഓനെ പിടിച്ച് വെക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ടാസ്ക്. പിന്നെ നല്ല വെയിലും അല്ലേ, അതൊക്കെ കൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നല്ല ക്ഷീണിച്ചിട്ടുണ്ട്. തുമ്പമ്മ ഈ കരയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറിലേക്ക് ഇവളെ എടുത്തുകൊണ്ട് പോയല്ലോ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. അന്നേരം അവൾ ഏട്ടനെയും അമ്മേനെയും അച്ഛമ്മേനെയും കൂട്ടിയില്ല എന്ന് പറഞ്ഞിട്ടാണ് കുട്ടി കരയണം കേട്ടോ. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ എന്ത് ചെയ്തു, കുന്നമംഗലത്ത് ഇറങ്ങി. എന്നിട്ട് അവിടെ ഫാമിലിയിൽ കയറി നോക്കി. പക്ഷേ മക്കൾ ഈ കളർ അവിടെയും കിട്ടാനില്ല. എന്നുവെച്ചാൽ ഈ ഒരു പട്ടുപാട, നമ്മൾ പണ്ടത്തെ ടൈപ്പൊക്കെ പട്ടുപാട ഉണ്ടാവില്ല സെറ്റ്, അങ്ങനത്തെ ഒക്കെ കിട്ടുമെന്നാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ കളർ കോമ്പിനേഷനൊന്നും കിട്ടാനില്ല. പിന്നെ പരാഗിൽ പോയി കയറി അവസാനം വിശന്ന് നട്ടം തിരിഞ്ഞിട്ടാണ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വന്ന് വേഗം ഫുഡ് കഴിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് ബിരിയാണി ആയിരുന്നു ഗൈസ് ഓർഡർ ചെയ്തായിരുന്നു. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് ക്ഷീണം അങ്ങോട്ട് മാറ്റി ഞങ്ങൾ. സോ ഗായ്സ്, നമ്മൾ വാവേനെ കണ്ടു വന്നു. ഇത് രാത്രി ഞങ്ങൾ വീഡിയോ എടുക്കണേ കേട്ടോ. അപ്പോൾ നമ്മളില്ലേ അല്ലും തുമ്പിയൊക്കെ കണ്ടു കേട്ടോ. നമ്മൾ ഫീറ്റൽ മെഡിസിൻ്റെ സെൻറ്ററിൽ പോയതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും കയറി ഉള്ളിൽ കയറ്റി കുട്ടികളെ കയറ്റും ഗൈസ്. അപ്പോൾ ഇവരെ കയറ്റി വാവേനെയൊക്കെ കാണിച്ചു കൊടുത്തു ഇല്ലേ? ടിവിയിൽ ഇങ്ങനെ കാണിച്ചു തന്നു. വാവ അങ്ങനെ കൈ കുടിക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരിങ്ങനെ കണ്ടോണ്ടിരിക്കുക. പക്ഷെ വയറപ്പടാ മുറിക്കരുത്, കേക്ക് മുറിക്കും പോലെ പറയലടി. അല്ല, എന്നിട്ട് ഡോക്ടർ പറഞ്ഞ് കുട്ടി പാന്റ് ഇട്ടതാണ്. അതല്ലേ പറഞ്ഞെടുക്കട്ടെ, പറഞ്ഞെടുക്കട്ടെ. പാന്റ് ഇട്ടതാണ്, ഡോക്ടറിനെ പോലും കാണാൻ പറ്റില്ലെന്ന്. അതല്ല സംഭവം. ഇവർ സ്ക്രീനിൽ നോക്കി നിൽക്കുക, ഇവർക്ക് കാണേണ്ടതൊക്കെ അവർ നോക്കുകയാണല്ലോ. എന്നിട്ട് ഇവർ ഫുൾ ഡൗട്ട്. ഇവൻ വന്നിട്ട് ഡോക്ടറോട് ചോദിക്കാം, ഈ എൻ്റെ ബേബിക്ക് എന്താ ഈ കളറ്, ഇങ്ങനെയല്ലല്ലോ നമുക്ക് കിട്ടുക, ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ കാണണ്ടല്ലോ. അപ്പം അതൊക്കെയാണ് ചോദിക്കണത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവൻ ചോദിക്കുകയാണ്, ഇത് ചുച്ചാമിയാണോ, ഇതിൽ ചുച്ചാമി ഒന്നും കാണുന്നില്ലല്ലോ, ഓരത് ആൺകുട്ടിയാണോ എന്ന് പറയാൻ വേണ്ടി ചുച്ചാമി ഉണ്ടോ നോക്കാൻ വന്നതാ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത് ബേബി പാൻറ് ഇട്ടിട്ടുണ്ട് മോനെ, അതുകൊണ്ട് ഡോക്ടർക്കും അത് കാണാൻ പറ്റുന്നില്ല എന്നതാണ് മൂപ്പര് പറയണത്. ഇങ്ങനത്തെ ഡൗട്ടുകളൊക്കെ ആയിരുന്നു. പിന്നെ ഹാർട്ടിന്റെ ഏരിയ, പിന്നെ എന്നെപ്പോലെ ഉടുക്കാൻ തുറക്കാൻ പറ്റുമോ? അമ്മ നാണം കെടുത്തല്ലേ എന്നില്ലേ? അല്ല, അപ്പൊ പുറത്തേക്ക് എടുക്കുമ്പോ ഒന്നും പാന്റ് കാണില്ല. ഒട്ടി കിടക്കുക. നമ്മളെന്ത് ചെയ്യൂ? ഒന്നും മിണ്ടല്ലേ, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ. അങ്ങനെ ഗൈസ് നമ്മൾ കണ്ടു, ഒരു കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ്. അപ്പോൾ ചിലരുടെയൊക്കെ ഡൗട്ട് ഉണ്ടാവാം എക്കോ സ്കാൻ എന്തിനാന്നുള്ളത്. അപ്പം എൻ്റെ ചുട്ടുമണികൾ ഉറക്കം വരുന്നതുകൊണ്ട് ചുട്ടുമണികൾ പോയി ഉറങ്ങിക്കോട്ടെ, ഞാനത് പറഞ്ഞുതരാം അല്ലേ അല്ലു? ഓക്കെ. അപ്പം എന്നാ രണ്ടുപേരും അമ്മ വീഡിയോയിൽ പറഞ്ഞോളാം, കുട്ടികൾ ഉറങ്ങിക്കോളൂ. അല്ലൂട്ടന് ഉറക്കം വരുന്നുണ്ട്. എൻ്റെ സ്വത്തിന്റെ പിറന്നാളാണ് ഗൈസ് നാളെ, എല്ലാരും വിഷ് ചെയ്യണം കേട്ടോ. അവക്കുണ്ട് ഗൈസ്. അതൊക്കെ ഒരു കമന്റ് ചെയ്യും ചുട്ടേ അല്ലേ? ഓ, പിന്നെ ഏട്ടന്റെ വാലാണല്ലോ. അങ്ങോട്ട് നീ കിടക്കണം. അമ്മയ്ക്ക് ഇത്തിരി സ്ഥലം വെച്ചില്ലെങ്കിൽ 5 സെന്റ് വെച്ചില്ലെങ്കിൽ കിടക്കായിരുന്നു. ഓക്കെ ഗൈസ്, ബൈ ദ ബൈ. എക്കോ സ്കാൻ എന്തിനാണ് എന്നുള്ളൊരു ഡൗട്ട് മേ ബി ഉണ്ടായേക്കാം. എക്കോ സ്കാൻ കഷ്ടപ്പാടാണ്. പിന്നെ പ്രഗ്നൻസിയിൽ ഒരു നെസസറി ആയിട്ടുള്ള സ്കാനൊന്നുമല്ല. ലൈക്ക് ഞാനിപ്പോൾ ഷുഗർ ഉള്ളതുകൊണ്ട് മന്ത്ലി ഗ്രോത്ത് സ്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് ജ്യോതി മാമിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ജ്യോതി മാമിനെയാണ് പിന്നെ കാണിക്കുന്നത്, എവിടെ ഫീറ്റലിൽ. അപ്പോൾ സ്കാൻ ചെയ്യണത്. അപ്പോൾ അവിടെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ, എനിക്ക് അവിടെ പോകാനുള്ള ഇഷ്ടം എന്താ വെച്ചാൽ, ഒന്നിപ്പോൾ ഇവർക്ക് ഈ കിട്ടിയ ചാൻസ് ഒരിക്കലും ഞാൻ നോർമലി ഒരു സ്കാനിങ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല. ഇവർക്ക് ബേബീനെ കാണാനോ അല്ല അമ്മയ്ക്കൊന്നും ഉള്ളിൽ കയറി കാണാനോ നമുക്ക് മോണിറ്റർ നന്നായി വലുതായി കാണാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സ്ഥലം സെലക്ട് ചെയ്തത്. പിന്നെ എക്കോ സ്കാൻ്റെ കാര്യം പറയാം. ഞാൻ അനോമലി ചെയ്ത സമയത്ത് എന്നോട് ജ്യോതി മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷുഗർ ഉള്ളത് കൊണ്ട് മന്ത്ലി ഗ്രോത്ത് സ്കാൻ എടുക്കുന്നത് നല്ലതാണെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ എടുക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഇത്തവണ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ ചില കാരണം കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയ സമയത്ത് ഡോക്ടർ പറഞ്ഞു, ഞാൻ ഡോക്ടറോട് അങ്ങോട്ട് പറഞ്ഞതാണ് ഞാൻ ഗ്രോത്ത് സ്കാൻ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും നീ പോവല്ലേ, എന്നാൽ എക്കോ സ്കാൻ എടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ എക്കോ സ്കാൻ എടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നതും ബുക്ക് ചെയ്യുന്നതും ഒന്ന് പോയതും. അപ്പോൾ എക്കോ സ്കാൻ എടുത്തു, അതിൽ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. ആക്ച്വലി എക്കോ സ്കാൻ എന്ന് പറയുന്നത് 18 weeks to 24 weeks വരെയാണ് എടുക്കുക. അത് തരാം, കുട്ടിയോടെ കിടന്നോളൂ, അമ്മ തരാം കേട്ടോ. 18 weeks to 24 weeksലാണ് അത് എടുക്കുക.
അപ്പോൾ അതെന്തിനാണ് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പെഷ്യൽ കണ്ടീഷൻസ് ലൈക്ക് അമ്മമാർക്ക് എന്തെങ്കിലും ഇപ്പം ഷുഗറുള്ള അമ്മമാരാണെങ്കിൽ, അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററിയിലോ അല്ലെങ്കിൽ പ്രീവിയസ് പ്രഗ്നൻസിയിലൊക്കെ ഈ ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് കുട്ടികൾക്ക് കണ്ടുവരികയാണെങ്കിൽ, അങ്ങനത്തെ ഇപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് അമ്മമാർക്ക് ഉണ്ടെങ്കിൽ, ഇത്തരം ചില കണ്ടീഷൻസിലൊക്കെയാണ് നമ്മൾ എക്കോ സ്കാൻ എടുക്കാൻ പറയുക. അപ്പോൾ എനിക്ക് ഷുഗർ ഉള്ളതുകൊണ്ടായിരിക്കാം മേ ബി മാം ഗ്രോത്ത് സ്കാൻ എടുക്കാൻ എന്തായാലും നീ പോരുന്ന പിന്നെ എക്കോ സ്കാൻ എടുത്തോ എന്ന് പറഞ്ഞത്. പക്ഷേ ആക്ച്വലി എനിക്കിപ്പം 27 വീക്സ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ പറയുക 24 വീക്സ് വരെയാണ് ശരിക്കും നന്നായിട്ട് വിസിബിൾ ആവുക. അത് ഇപ്പം 27 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മളെ കുഞ്ഞുങ്ങളുടെ എല്ലൊക്കെ നന്നായിട്ട് സെറ്റ് ആവും ഒരു സമയം. അപ്പോൾ എന്താ പറയുക അതൊക്കെ ഒരു ഉറപ്പ് വെക്കുന്ന സമയത്ത് ഉള്ളിലേക്ക് കാണാനുള്ള കുറച്ച് ബുദ്ധിമുട്ടും കാര്യമൊക്കെ ഉണ്ടാവും. എന്നാൽ പോലും ചെയ്തത് എക്കോ സ്കാൻ തന്നെയാണ്. അപ്പോൾ കാർഡിയാക് ആക്ടിവിറ്റിയാണ് മെയിൻ ആയിട്ട് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഏർലിയർലി നമുക്ക് കാർഡിയാക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത്, കുഞ്ഞിന് എന്തെങ്കിലും ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എക്കോ സ്കാൻ ചെയ്യുക. അപ്പോൾ അതൊരു നെസസറി ആയിട്ടുള്ള ഒരു സ്കാൻ ആണോ എന്ന് വെച്ചാൽ അല്ല, ഡോക്ടർ റെക്കമെൻഡ് ചെയ്താൽ മാത്രം ചെയ്യേണ്ട കാര്യമാണ്. എനിക്ക് ഷുഗർ ഉള്ളതുകൊണ്ടായിരിക്കാം മേ ബി ഞാൻ ഗ്രോത്ത് സ്കാൻ എടുക്കാൻ പോകുന്നതുകൊണ്ട് എന്നാൽ പിന്നെ നീ ഇതെടുത്തോ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം എക്കോ സ്കാൻ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു ഡൗട്ട് ആയിരിക്കാം, പ്രഗ്നന്റ് ആയിട്ടുള്ളവരൊക്കെ ഇത് കാണുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊരു യൂസ്ഫുൾ ആയിക്കോട്ടെ വെച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ബേബീനെ കണ്ടു. നമ്മൾ ബേബി ഫുൾ ടൈം കുടിയാണ് ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം അനോമലി സ്കാനിലാണെങ്കിലും ഇന്നാണെങ്കിലും കൂടുതൽ സമയം കൈ കുടിക്കുന്നതും അങ്ങനെയൊക്കെയാണ് കണ്ടത്. പിന്നെ നമുക്ക് അവിടെ കുറച്ചുകൂടി ഒരു 3D 4D ഇമേജൊക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ ഫേസ് പക്കായിട്ടൊന്നും കാണില്ലെങ്കിലും ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കുറച്ചുകൂടി നമുക്ക് കംഫർട്ടബിൾ ആണ് അവിടെ പോകുന്നത്. സോ അങ്ങനെ ഞങ്ങൾ പോയി, ഇവരൊക്കെ കണ്ടു. ഇവർക്ക് കുറേ ഡൗട്ടുകളായിരുന്നു. പിന്നെ കുറേ സമയം എന്നെ കാണാൻ വരെ സമ്മതിച്ചില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയപ്പോൾ മോണിറ്റർ നന്നായി സുഖമായി കണ്ട് അവിടെ ഇങ്ങനെ കിടക്കായിരുന്നല്ലോ. പക്ഷേ ഇപ്രാവശ്യം ഇവർ രണ്ടുപേരും അടി കൂടിയായിരുന്നു ഇടയ്ക്ക് കൂടെ. എൻ്റെ അടുത്തൊന്ന് അമ്മ അല്ലൂസ് അങ്ങനെ ചെയ്യേണ്ടത്, തുമ്പി ഇങ്ങനെ ചെയ്യേണ്ടത് പറഞ്ഞ് കംപ്ലയിൻസ് പറയുകയല്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരം ഇവരുടെ അടുത്തേക്കും ശ്രദ്ധ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് കഥകൾ. അപ്പോൾ ഇപ്പോൾ 27 വീക്സ് കറക്റ്റ് ആയിട്ടുണ്ട് എനിക്ക്. ഓക്കെ ആണ്. ബാക്കിയെല്ലാം വെയിറ്റും ഷുഗറും ഫ്ലൂയിഡും എല്ലാം ഓക്കെ ആണെന്നാണ് പറഞ്ഞത്. പിന്നെ ആരൊക്കെ എന്നോട് പ്ലാസൻ്റ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻറ്റീരിയർ ആണ് പ്ലാസൻ്റ. പിന്നെ എല്ലാം ഓക്കെ ആണ്. ഇനി ദൈവം സഹായിച്ച് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ. തൈറോയ്ഡ് വലിയ കുഴപ്പമൊന്നും ഇല്ല എന്നാണ് ഡോക്ടറും പറഞ്ഞത്. 4 ആണ്. അപ്പോൾ കൺട്രോൾ ആകാൻ പറ്റുന്നേ ഉള്ളൂ, മെഡിസിൻസ് കഴിച്ചാൽ മതി എന്നേ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.